നമ്മുടെ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കണി കാണൽ പരിപാടിയിലേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ ഒരു 4:30-5 മണിക്ക് എണീറ്റുണ്ടായിരുന്നു. ഞാൻ കണി കണ്ട് ഓരോരുത്തർ കൊണ്ട് കണി കാണിപ്പിക്കുകയായിരുന്നു. എല്ലാവരും ഉറക്കപ്പിച്ചിലായതുകൊണ്ട് എങ്ങനെയൊക്കെ കണി കണ്ടിട്ട് അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് രാവിലെ എണീച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണാം. കണി കാണാൻ എണീക്കുന്നില്ല. അയ്യോ ഒന്നില്ല മോനെ. കണ്ണ് തുറന്നോളൂ. കണ്ണ് തുറക്കുന്നില്ലേ കണി കാണേ? ഞങ്ങൾ കണി കണ്ടു. എന്റെ സൗണ്ടിലും പോയത് എന്താണ് കണി കണ്ടതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഹേ ഗായ്സ്, നമ്മൾ ഇപ്പോൾ പോകുന്നതാണ് മട്ടൻ മേടിക്കാൻ. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വിഷു ആയാലും ഓണായാലും ഞങ്ങൾക്ക് നോൺ വെജ് മസ്റ്റാണ്. അത് ചിക്കനോ മട്ടനോ ബീഫ് വീട്ടിൽ വാങ്ങൂല. സോ എനിക്ക് ചിക്കനും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മട്ടൺ വേണം ഗൈസ്. മട്ടൺ മേടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴികളാണിത്. പിന്നെ മട്ടൺ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആടിനെ അറക്കുന്ന കാണിച്ചിരുന്നുണ്ട്. സോറി, ആടിനെ അടക്കുന്ന കാണാനാവില്ല, പക്ഷെ ആടിനെ അറുത്ത് വെച്ച ആടിനെ കാണാം. ഇതാണ് ഞങ്ങളുടെ വഴികൾ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞ മുതൽ റോഡിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഇപ്പോൾ പറയുന്നു അടിപൊളിയായിട്ടുണ്ട്. കാരണം ഓരോരുത്തരും മട്ടണമായിട്ട് പോകുന്ന കണ്ട. മട്ടനെ വാങ്ങാനുള്ള ക്യൂ ആണ് അവിടെ. തിരക്ക് നോക്കി നോക്കി മട്ടൺ മേടിക്കാൻ പോവുകയാണ് ഗൈസ്. പിടിക്കാൻ വന്ന 2 വ്യക്തികളുണ്ട്. കാണാൻ പോകും. പാവയാട് അറിയുന്നില്ല, കുറച്ച് കഴിഞ്ഞ കഷ്ടപ്പാക്കുന്നു. ആടെ നടക്കാൻ വേണ്ടി കാണാനുള്ള ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ്. പിന്നെന്താ നമ്മൾ കറുത്ത മുട്ടനെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ 1000 രൂപയുടെ ആട് വാങ്ങിയിട്ട് പോവുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ ആട് വാങ്ങി ആട് ഫ്രൈ ഉണ്ടാക്കുന്നത് മറ്റു വിശേഷങ്ങളായി വീണ്ടും കാണാം. എവിടെ പോവാമേ? അമ്പലത്തിൽ സെറ്റ് സാരെടുത്ത് അമ്പലത്തിൽ തന്നെ പോവാം. അപ്പൊ അമ്മയും എല്ലാവരും അമ്പലത്തിൽ പോവാണ്. എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, ഞാൻ പോയിക്കില്ല. ഞാൻ കുളിക്കട്ടെ. ഇത് നമുക്ക് ഇവിടുത്തെ സിനിമ നടിനെ കാണാം. സിനിമ നടിയാണത്. സിനിമ നടി അമ്മയുടെ കോട്ടൺ സാരി ഒക്കെ ഇട്ടാണ് പോകുന്നത്. സിനിമ നട കുളിച്ചോണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. സോ ഞാൻ കുളിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് എന്റെ വിഷുക്കോടി ഉണ്ട്. വിഷുക്കോടി ഇടണം എന്ന് വെച്ചാല് മിൽക്ക് മേഡില് മധുരം ഭയങ്കര ഉണ്ടാവുന്നത് എനിക്ക് അറിവിടാം. ക്യാരറ്റ് പായസമാണിത്. സൂര്യമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സൂര്യ പറയൂ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? സൂര്യനോട് കണ്ടോ ഓളൊന്ന് മുറിക്ക് നോക്കിയോ ഗൈസ്. എന്തെന്നാ മുറിക്കുന്നേ? ഇതിനൊരു പേര് ബീൻസ്. ബീൻസ് കയ്യിൽ വെച്ച് ചെരിച്ച് മുറിച്ച് അതിന് ടേസ്റ്റ് ഉണ്ടാവും. ഇത് വല്ലത് അറിയണ്ടേ? പണി എടുക്കുന്നുണ്ടോ? പണി എടുത്താലും അതിൻ്റെതായ രീതിയിൽ എടുക്കണം. ഞാൻ വെറുതെ തള്ളി മറിക്കുന്നു. ഞാൻ പണിയൊന്നും എടുക്കുന്നില്ല. ആക്ച്വലി എനിക്ക് വയറ് വേദനയായിട്ട് വയ്യായിരുന്നു. ഇവരൊക്കെ അമ്പലത്തിൽ പോയി എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത വിഷമം, സെറ്റുമുണ്ട് എടുക്കാൻ പറ്റാത്ത വിഷമം. കുക്കറാടെ വെക്ക്. ആ സങ്കടത്തിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ വിഷുക്കോടി ഇടട്ടെ. ഞാൻ വിഷുക്കോടി സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഞാൻ വിഷുക്കോടി ഇട്ടിട്ട് ഒന്ന് കൊട്ടൊക്കെ തൊട്ട് യെസ് ഓഫ് കോഴ്സ് അടുക്ക ഞാൻ അടിച്ചു കൊടുക്കല്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് നിങ്ങള് പിന്നെ ചുരിദാർ നമുക്ക് അടിച്ചരാം. മാക്സി പഠിക്കാൻ നടക്കുമോ സംശയം? ചുരിദാർ അടിച്ചാ പോരല്ലേ? എന്ന് വന്നിട്ടാ പോരാ. ഇപ്പൊ ചുരിദാർ അമ്മേന്റെ അടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാ, എന്റെ വിഷുക്കോടി ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് ഇട്ടിട്ട് വരാം ഗൈസ്. എന്റെ വിഷു ടോപ്പ് എന്ത്? ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം ഗൈസ്, ഒന്ന് ഒരുങ്ങി വരട്ടെ. അമ്മയുടെ സേമിയ പായസം ടേസ്റ്റ് നോക്കി, രസമുണ്ട്. മധുര ഇല്ല, മിൽക്ക് മേഡ് കുറച്ച് മതി. നല്ല മധുരം. എനിക്ക് മധുരച്ചില്ല. എന്നാ പാൽ കുറച്ചുകൂടെ വെച്ചോ.
ഞാൻ ഇവിടുത്തെ മുതലാളിയുടെ ഇഷ്ടമാണ് ഇവിടെ. നല്ല മധുരം അല്ല, വെള്ളം നല്ലോണം ഇരുന്നോട്ടെ. വെള്ളം പോലെയാണ് ഇഷ്ടം, എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഇഷ്ടം അവിടെ നോക്കേണ്ടത്. വെള്ളം പോലെ ഞാൻ സേമിയ പായസാണ് കേരറ്റ് പായസാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സേമിയ ഉണ്ടല്ലോ അതില് മിക്സിഡാ സേമിയാനും കേരറ്റും. അതെ അമ്മ എങ്ങനെയാണ് അതെന്റെ അമ്മ മൂർച്ച കുറവല്ലേ? ഞാൻ ഇത് അവരോട് പറഞ്ഞോണ്ട് മൂന്നെണ്ണം കേട്ടോ, എരിവനുസരിച്ച് പൈനാപ്പിൾ കിച്ചടി അത് ഉണ്ടാക്കാം. ഞാൻ മാറ്റിയിട്ട് വരട്ടെ. പച്ചടിയോ? അത് ഓൾറെഡി ഉണ്ടാക്കാം. പച്ചടി നമ്മൾ ഉണ്ടാക്കില്ലേ? പച്ചടി ഉണ്ടാക്കിയില്ല. മഞ്ഞപ്പൊടി കേട്ടോ. ആ സദ്യയിലില്ലാത്തന്തോ ഐറ്റം മുത്തോടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാ ഇവിടെ മുളകും ഇതെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ സാധനം ഉണ്ടാക്കുന്നു. ഇവിടെ മുത്തോടെ ഒരു സ്പെഷ്യൽ എല്ലാം കുറച്ച് കേട്ടോ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് എന്റെ അമ്മയുടെ നിഗമനം. അല്ല, എന്റെ അമ്മയുടെ നോക്ക്, നല്ല രസമുണ്ട് കാണാനല്ലേ. എന്നാ കളിക്കുന്നേ? അത് പൊട്ടിക്കണെങ്കിലേ ഞാൻ എന്റെ വിഷുക്കോടിയൊക്കെ എടുത്തിട്ട് സൂര്യനിലായിരുന്നു കൊണ്ടുവന്നത് കേട്ടോ. വിഷുക്കോടിയൊക്കെ എടുത്തിട്ട് ഗൈസ് നമുക്ക് അടുക്കളയിൽ ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു മറ്റും പറഞ്ഞു പോന്നെയായിരുന്നു. ഞാൻ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിരിക്കും. അപ്പം അടുക്കളയിൽ ചെന്ന് നോക്കാം ഗൈസ് എന്തൊക്കെ ഉണ്ടാക്കി അമ്മ എന്നുള്ളത്. നമ്മളിപ്പോ ഏകദേശം ഒരുവിധം സാധനങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ചിക്കൻ ആക്കിയില്ലല്ലോ. ഇവിടെ ചിക്കൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ചിക്കൻ സ്പെഷ്യലിസ്റ്റ്. എന്താ പറയേണ്ടത്, നമ്മളിവിടെ എന്തുണ്ടാക്കാൻ പോവാണ്? മട്ടൺ സ്പെഷ്യലിസ്റ്റ് ആണ്. മട്ടൺ ആൻഡ് ബീഫൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. എനിക്ക് വയ്യ, ഞാൻ ഇന്ന് ഭയങ്കര മൂഡ് ഓഫാണ്. ഇപ്പൊ ഒന്ന് പോയിട്ട് ഞാൻ മുടിയെല്ലാം കെട്ടി കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നത്. എനിക്ക് വയറുവേദനയാണ് ഗൈസ്, വയറുവേദനയാണ്. ഇതെല്ലാം ഇടിക്കാന്നുള്ളത്. എന്താണ് ഇഞ്ചി വെളുത്തുള്ളി ഇടിക്കുക എന്നതാണ് എൻ്റെ ജോലി ഗൈസ്. എനിക്കൊരു മൂടുമില്ല വീഡിയോ എടുക്കാൻ. പിന്നെ ഇല്ല, പക്ഷെ പിന്നെന്താ വെച്ചാൽ പിന്നെ എനിക്ക് വിഷമാവും ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് എങ്ങനെയോ എടുക്കുന്ന വീഡിയോകൾ. വയറുവേദന വെച്ച് ഭയങ്കര ദേഷ്യം പിടിക്കുന്നു. എനിക്ക് വല്ല ദേഷ്യം പിടിക്കുന്ന പറഞ്ഞിട്ട് സൂര്യ വന്നിട്ട് ഇടിക്കുന്നുണ്ട്. സൂര്യ ഇടിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ സാമ്പാറിനുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ്. മട്ടൻ ബിരിയാണി വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തത്. അതാ വേഗം കഴിയാണ്. മുത്തോടെ പറഞ്ഞ് ചോറും വേണം കറിയും വേണം എന്നാണ് എല്ലാം കൂടി നേരം എനിക്കൊന്നും മണക്കുന്നില്ല. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് സങ്കടമാവും. നോക്കി നോക്ക്, മട്ടൻ വേവിച്ച വെള്ളം നമ്മൾ ചിക്കൻ ഒഴിച്ചു. ചിക്കനെ നമ്മളൊരു മട്ടൻ കൂട്ടനാക്കി മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഐഡിയ നോക്കൂ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് മട്ടൻ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അറിയാമോ, കുറച്ച് മട്ടൻ വാങ്ങിക്കാം. ഒരു 1/4 കിലോ മട്ടൻ വാങ്ങിച്ചിട്ട് ഒരു 2 കിലോ ചിക്കൻ വാങ്ങിട്ട് കുറച്ചോ ഇത് കഴിഞ്ഞ് നമ്മള് മട്ടൻ ഉണ്ടാക്കാണ്. മട്ടൻ ഉണ്ടാക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ആണ് എന്റെ ബാക്കിൽ ഇരുന്ന് ഞാൻ വെട്ടി വീഴുന്നത്. ഉപ്പ് തുടങ്ങി ഗൈസ്. മര്യാദക്ക് മട്ടൻ ബിരിയാണി തിന്നു. അതേതാ തിന്ന് പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ പറഞ്ഞിട്ട് അത് മതി. ആ ബാക്കിരിക്കുന്ന ചെക്കനാ പറഞ്ഞത് വേണ്ട, അത് വേണ്ട, സാമ്പാർ വേണം, മീൻകറി വേണം, ചിക്കൻ വേണം, മട്ടൻ വേണം, ഉപ്പേരി വേണം, മപ്പേരി വേണം. ഇപ്പതാ 2 മണിയായി. ഇപ്പൊ മട്ടൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ. സംഭവം മട്ടൻ അവിടെ വേവിച്ച് വെച്ചൊരു കഷ്ടം ഞാൻ കഴിച്ച്. ആ മുട്ടനാടിനെ ഇങ്ങനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ തിന്നും വിഷമമില്ല. തരച്ച സാമ്പാർ വെക്കാൻ പോകുന്ന നല്ല നോക്കി നോക്കി കാപ്പിപ്പൊടി ചാലിച്ച പോലെ ഇതിലെ അങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടുള്ള ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ അരച്ചത്. എന്നാൽ ഈ നല്ല കറുപ്പ് കിട്ടും.
എന്നതിന് ശേഷം നമ്മളിങ്ങനെ എന്താ രസം നോക്കുക ഗൈസ് സാമ്പാർ. ഒരു തുള്ളി വെള്ളം ഒഴിക്കണം. നോക്കൂ എന്റെ സാമ്പാർ. നിങ്ങൾ ആട് നിങ്ങൾ ആകുമോ? നമ്മള് ആട് ഫ്രൈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആട് റോസ്റ്റ്, മട്ടൺ റോസ്റ്റ്. ഇതാ മട്ടൺ അവിടെ വേവിച്ചിട്ട് 1000 ഉറുപ്പ്യയുടെ മുതലാണ് കഴിച്ചത്. അങ്ങനെ ഗൈസ് ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് കുപ്പായിരുന്നു ഇവിടെ ഫുഡ് കഴിക്കുമ്പോ. ഇതാ നമ്മുടെ മറ്റേ വ്ളോഗർ ഇവിടെ ട്രൈപോഡൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കേട്ടോ അമ്മ ഇവിടെ വിളമ്പിക്കൊടുക്കാണ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അമ്മ വിളമ്പുന്നുണ്ട്. എൻ്റെ മട്ടൺ ഫ്രൈ ആണ് ഗൈസ് കിടക്കുന്നത്. നോക്കൂ, മട്ടൺ ഫ്രൈ, ഓലൻ, എൻ്റെ ഫേവറേറ്റ് അമ്മ ഉണ്ടാക്കുന്ന ഓലൻ, എരിശ്ശേരി, കുറച്ച് വിഭവങ്ങളായിട്ട് നല്ലൊരു നോൺ വെജ് മിനി സദ്യ. കഴിക്കാം, ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്, എല്ലാം നല്ല ടേസ്റ്റ് സാധനങ്ങളാണ്. സദ്യ കഴിക്കാം. മട്ടൺ ഫ്രൈ ഉണ്ടാക്കിയ ആളാണ്. മട്ടൺ ഫ്രൈ അടിപൊളിയായിട്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. മട്ടൺ ഫ്രൈ തിന്നുന്ന ആളാണിത്. അമ്മ നല്ല സ്രാവ് കറിയും ഷർട്ടിട്ട് ഞാൻ പിന്നാലെ നടക്കുന്നു. നമ്മള് പിന്നെ എനിക്ക് 2 ഫോട്ടോ എടുക്കണം. വിശ്വായ 2 ഫോട്ടോ ഒക്കെ ഇടണ്ടേ? ഫോട്ടോ എടുത്തിട്ട് ഉറക്കം. ഇതെല്ലാം സൂര്യയുടെ ഫ്രണ്ട്സ് ആണ് ഗൈസ്. വിഷു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി കുറച്ച് പടക്കം ഓടിക്കണം. മുത്തോടം പോവാട്ടോ. മുത്തോട്ടൻ പോവുകയാണ്. എന്നിട്ട് വേണം എനിക്ക് നല്ലോണം കിടന്ന് ഉറങ്ങാൻ. ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മള് മാലപ്പടക്കം കത്തിച്ചിട്ട് ഇന്നത്തെ വിഷു ആഘോഷം ഇവിടെ കുറച്ച് ബാക്കോട്ട് കയറിച്ചോ. ഇന്നത്തെ വിഷു ആഘോഷം ഇവിടെ സമാപനം കുറിക്കുകയാണ്. അതാ ഓടി 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 ഓനാണ് ഒടുക്കത്തെ. നമ്മുടെ ക്യാരറ്റ് പായസത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് വിഷുക്കായി നീട്ടം പിരിവിന് ഇറങ്ങിയിട്ട് 350 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കെന്താ പറയാൻ വന്നതിന് നമ്മള് അപ്പൊ ഈ പ്രാവശ്യത്തെ വിഷു വലിയ സുഖമില്ലെങ്കിലും ഗംഭീരമായിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുന്ന ഒന്ന് കുളിക്കട്ടെ, മേലൊക്കെ കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. എന്റെ അമ്മ എന്താ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്? അമ്മ എല്ലാവർക്കും സ്റ്റാറ്റസ് റിപ്ലൈ കൊടുക്കുകയാണ്. കുറച്ച് ചോറ് നമ്മൾ കഴിക്കാൻ കഴിയും. ചോറ്, പിന്നെ പച്ചടി, ഉപ്പേരി, ലേശം മട്ടൻ, അത്രയും. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ച് ഫുഡ് കഴിച്ച്. സോ നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങളുടെ വിഷയം എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമൻറ്റായിട്ട് പറയാം. അപ്പം നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.